ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ തവണ ചിന്തിച്ചുകൊണ്ടിരുന്നത് താഴ്മയെക്കുറിച്ചാണല്ലോ. അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞ് നിർത്തിയത് പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും കാര്യമായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു. അപ്പം നമ്മൾ പരീശനെ പോലെ മറ്റുള്ളവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെക്കാളും പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവസന്നിധിയിൽ നിലനിൽക്കാൻ കഴിയുകയില്ല എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ദൈവവചനം പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു, അല്ലേ? ഇനി നമുക്ക് പുതിയ നിയമത്തിൽ വേറൊരു മനുഷ്യനെ കാണാം. അവിടെ ഒരു ശതാധിപനുണ്ട്. മത്തായി 8:8 വായിക്കുന്നു. അവിടെ ഒരു ശതാധിപനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ശതാധിപൻ്റെ ബാല്യക്കാരന് സൗഖ്യമില്ല. അപ്പോൾ അദ്ദേഹം കർത്താവിൻ്റെ അടുത്ത് പോയി പറയുക, എൻ്റെ ബാല്യക്കാരന് സുഖമില്ലാതിരിക്കുന്നു, നീ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, ഓക്കെ, ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഉടനെ ഈ മനുഷ്യൻ പറയുകയാണ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ലാന്ന്. അതായത് കർത്താവ് എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യതയൊന്നും ഇല്ല എന്ന് ഈ ശതാധിപൻ കർത്താവിനോട് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ശതാധിപൻ എന്ന് പറയുമ്പോൾ ആ ഒരു റോമൻ ഭരണകാലത്ത് അവർക്ക് വലിയൊരു വാല്യൂ ഉണ്ട് ദേശത്ത്. അവരുടെ കീഴിലൊരു ശതാധിപൻ എന്ന് പറയുന്നത് 100 പടയാളികളുടെ അധിപതിയാണ്. അപ്പോൾ ഒരു പടയാളിയോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അവരങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. അപ്പം തനിക്ക് ഒരുപാട് അധികാരങ്ങളുള്ളതും വലിയൊരു മാന്യമായൊരു വിലയുള്ള ഒരു മനുഷ്യനാണ് ഈ ശതാധിപൻ. ആ മനുഷ്യൻ കർത്താവിനോട് പറയുകയാണ്, നീ എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്ന്, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനത്രേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് മറുപടി കേട്ടിട്ട് എന്നിട്ട് പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും, നീ എൻ്റെ വീട്ടിലൊന്നും വരണ്ട, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ശതാധിപൻ ഇത്രയും ദേശത്തിന് മുൻപിൽ വലിയ മാന്യതയുള്ളൊരു മനുഷ്യൻ കർത്താവിനോട് പറയുക, എൻ്റെ അധികാരം നിൻ്റെ അധികാരത്തിന് മുൻപിൽ ഒന്നുമില്ല എന്ന് സമ്മതിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു താഴ്മയാണ് അവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദൈവം എന്താ ചെയ്തത്? ആ നാഴികയിൽ തന്നെ ആ ബാല്യക്കാരന് സൗഖ്യം കൊടുത്തു, അല്ലേ? അപ്പം ദൈവവചനം പറയുന്നത് എന്താണ്? തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. അപ്പം ശരിക്കും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരിക്കലും മറ്റുള്ളവരെ പോലെ ആയിത്തീരാനല്ല, കർത്താവിനെ പോലെ ആയിത്തീരാനാണ്. ആ ശതാധിപൻ്റെ താഴ്മ കണ്ടില്ലേ? അദ്ദേഹം താഴ്മയോടെ നിന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുൻപിൽ, അതായത് ദൈവത്തിൻ്റെ അധികാരത്തിന് മുൻപിൽ തൻ്റെ അധികാരം ഒന്നുമില്ല എന്ന് തനിക്ക് മനസ്സിലായതുകൊണ്ടാണ് താൻ എന്ത് ചെയ്തത്? കർത്താവിനോട് പറഞ്ഞത്, ദൈവമേ, നീ എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്ന്. നമുക്ക് വേറൊരാളിനെ നോക്കാം. നമുക്കെല്ലാം അറിയാം, ആദ്യമായി നമ്മുടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ പാപം ചെയ്ത വ്യക്തി ലൂസിഫറാണ്. ശരിക്കും ലൂസിഫറിൻ്റെ പാപം എന്തായിരുന്നു? അവൻ അത്യുന്നതിന് മീതെ അവൻ്റെ സിംഹാസനം വെക്കണമെന്ന് ആഗ്രഹിച്ചു, അത്യുന്നതിനോട് സമനാകണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ സൃഷ്ടികർത്താവായ ദൈവത്തിൻ്റെ മുൻപിൽ അവൻ ദൈവത്തെക്കാളും വലിയവനാകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ താഴോട്ട് പൊക്കോളാം, ഏറ്റവും താഴേക്ക് പൊക്കോളാൻ പറഞ്ഞിട്ട് ദൈവം അവനെ പാതാളത്തിലേക്ക് തള്ളിയിട്ടു. അപ്പോൾ നമ്മൾ തന്നെത്താൻ ഉയർത്താൻ ശ്രമിച്ച ദൈവം പറയും, ഓക്കെ, നീ ഒരു കാര്യം ചെയ്യും, നീ ഏറ്റവും താഴത്തേക്ക് പോകാൻ പറയും. അപ്പോൾ ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ നിഗളം എന്ന് പറയുന്നത്. ദൈവത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? ലൂസിഫറിനെ ഏറ്റവും താഴ്ത്തി പാതാളത്തോളം താഴ്ത്തി കളഞ്ഞത്. ഇനി നമുക്ക് യേശുവിനെ തന്നെ നോക്കാം. കർത്താവ് യേശുക്രിസ്തു എങ്ങനെയായിരുന്നു? യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ 53:7 പറയുക, ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ അവൻ വാ തുറക്കാതെ ഊമനായിരുന്നു. യേശുക്രിസ്തുവിന് സംസാരിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല അവൻ വാ തുറക്കാതെ ഊമനായിട്ടിരുന്നത്. എന്തുകൊണ്ടാണ്? യേശുവിനറിയാം, യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവിടെ നിൽക്കുന്ന എല്ലാ ശത്രുവിനെയും ശപിച്ച് ഭസ്മമാക്കി കളയാൻ പറ്റും, അല്ലെങ്കിൽ ചാരമാക്കി കളയാൻ പറ്റും. പക്ഷേ യേശു ഒന്നും ചെയ്യുന്നില്ല. അവരെത്ര ഉപദ്രവിച്ചിട്ടും അവൻ്റെ മുഖത്ത് തുപ്പിയിട്ടും എന്തൊക്കെ ഉപദ്രവിച്ചിട്ടും കർത്താവ് അവരെ ഒരു രീതിയിലും തിരിച്ച് ഉപദ്രവിക്കാനോ ശാസിക്കാനോ ഒന്നും പോയിട്ടില്ല. ഒന്നും മിണ്ടാതെ എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, യേശു ക്രിസ്തുവിന് ഇത്രയും തന്നെത്താൻ താഴ്ത്താൻ പറ്റുന്നെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമോ?
നമ്മുടെ മുഖത്ത് നോക്കി ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ച് നമുക്ക് ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? നമ്മൾ പ്രതികാരം ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റുമോ? യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴും അതിൻ്റെ 13:4 മുതൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം കാണാം. കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയായിരുന്നു ശിഷ്യന്മാരുടെ മുൻപിൽ പോലും താഴ്മയുള്ളവനായി തീർന്നതെന്ന്. അവിടെ നമ്മൾ വായിക്കുന്നു എന്താണ്, അദ്ദേഹം യേശു ക്രിസ്തു എന്ത് ചെയ്തു, കാല് കഴുകി എന്നൊരു സംഭവം അവിടെ കാണുന്നുണ്ട്. അപ്പം ആദ്യം അത് വായിച്ചപ്പോൾ ഞാനും വിചാരിച്ചു, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകിയത്? അതിൻ്റെ ആവശ്യം എന്താ? അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, കുറേ വായിച്ചപ്പോൾ, അന്ന് യഹൂദന്മാരുടെ കാലത്തും നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു. പുറത്തു നിന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാല് കഴുകിയിട്ട്, പണ്ട് കാലത്ത് കാല് കഴുകിയിട്ടാണ് അകത്ത് കയറ്റുന്നത്. കാരണം അവർ എന്താണ്, പല അഴുക്കിലൊക്കെ ചവിട്ടിയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ കാല് കഴുകിയിട്ടേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യഹൂദന്മാരുടെ കാലത്തും അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു. അപ്പം സാധാരണഗതിയിൽ ഒരു വീട്ടിലൊരു സെർവൻറ്റോ അല്ലെങ്കിൽ ഒരു അടിമയോ ആരെങ്കിലും കാണും. അപ്പോൾ അവരായിരിക്കും ഗസ്റ്റിൻ്റെ കാല് കഴുകി അകത്തേക്ക് കയറ്റുന്നത്. ഓക്കെ, അത് ഭൗതികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവും. പക്ഷെ ഇവിടെ കർത്താവും ശിഷ്യന്മാരും പുറത്തു നിന്നാണ് വന്നത്. അപ്പോൾ അവർ പുറത്തുനിന്ന് വന്നിട്ടൊരു റൂമിലിരിക്കുക. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വന്നിട്ട് ഫുഡ് കഴിക്കുക ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാലിലൊക്കെ അഴുക്കൊക്കെ കാണുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, കാല് കഴുകിയിട്ടേ നമ്മൾ ഫുഡ് കഴിക്കത്തുള്ളൂ. അങ്ങനെയാണ് അന്നത്തെ ഒരു ആചാരം അനുസരിച്ച്. ഇപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അത്രയും കുഴപ്പമില്ല. നമ്മുടെ കാലിൽ അഴുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് വരുന്നില്ലല്ലോ, ഫുഡിനകത്തോട്ട് അധികം വീഴത്തില്ല. പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യും, ചെരുപ്പൊക്കെ ഊരിയിട്ട് നമ്മൾ വൃത്തിയാക്കിയിട്ടല്ലേ ഇരിക്കുള്ളൂ. അപ്പോൾ അന്ന് ആ കാലത്തും ഇങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവരെല്ലാവരും അത്താഴം കഴിക്കാൻ വേണ്ടി ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ നിലത്തായിരിക്കും ഇരിക്കുന്നത് ഒന്ന് വിചാരിക്കാം. എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു നോക്കുമ്പോൾ ഒരു മനുഷ്യനും എന്ത് ചെയ്യുന്നില്ല, കാലൊന്നും കഴുകുന്നില്ല. അപ്പം അവിടെ പ്രത്യേകിച്ച് കാല് കഴുകി കൊടുക്കാൻ വേണ്ടി അവർക്ക് സെർവൻ്റ് ആരും ഇല്ല. അപ്പോൾ യേശു ഇങ്ങനെ നോക്കി കാണും, ശിഷ്യന്മാരെ ഇങ്ങനെ നോക്കി കാണും, ആരെങ്കിലും കാല് കഴുകാൻ വരുന്നുണ്ടോ എന്ന്. പക്ഷേ ശിഷ്യന്മാരല്ലേ ആൾക്കാർ, അവർ തന്നെത്താൻ ഓൾറെഡി ഒരു തർക്കമുണ്ട്, ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ളൊരു തർക്കം ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ ഒരിക്കലും കാല് കഴുകത്തില്ലെന്ന് കർത്താവിനറിയാം. ഞാനാണ് വലിയവൻ എന്നുള്ള ചിന്ത ശിഷ്യന്മാർക്കും ഉണ്ട്. അപ്പോൾ ഒരിക്കലും അവർ ചെയ്യത്തില്ലെന്ന് കർത്താവിനറിയാം. അപ്പം കർത്താവ് എന്ത് ചെയ്തു, അവിടെ വായിക്കുന്നു, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ അവർ ഓൾറെഡി അത്താഴം കഴിക്കാൻ ഇരുന്ന് കാണും. അപ്പോൾ അത്താഴത്തിൽ നിന്നും കർത്താവ് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു, അരയിൽ തോർത്തൊക്കെ എടുത്ത് ഒരു വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ശിഷ്യന്മാരുടെ കാല് കഴുകാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, യേശു ക്രിസ്തുവിന് ശിഷ്യന്മാരുടെ കാല് കഴുകേണ്ട ഒരാവശ്യവുമില്ല. പക്ഷേ യേശു ക്രിസ്തു കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ ഗുരുവായ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരിക്കുകയാണ് എന്ത്, താഴ്മയുള്ളവനായി ജീവിക്കണം, നിങ്ങൾ മറ്റുള്ളവർക്കും ഇതേപോലെ തന്നെ ചെയ്യണം എന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളും ഗുരുവായ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളും ഇത് പിന്തുടരണം, നിങ്ങളും ഇതുപോലെ താഴ്മയുള്ളവരായി തീരണം എന്ന് കർത്താവ് നേരിട്ട് കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ കർത്താവ് വെറുതെ വന്നിട്ട് പറയുവാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, പിന്നെ പറയാൻ ആർക്കായാലും പറ്റും, ചെയ്തു കാണിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കും. നമ്മൾ ലോക മനുഷ്യരെന്തായാലും അങ്ങനെ സംസാരിക്കും. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ വെറുതെ ഒരു കാര്യം വെറുതെ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുകയല്ല ചെയ്യുന്നത്. കർത്താവ് പറയുന്ന ഓരോ കാര്യങ്ങളും മാതൃക, അതായത് കാണിച്ചു തന്നിട്ടാണ് പോയത്. നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കണം, ഞാൻ താഴ്മയുള്ളവനായതുപോലെ നിങ്ങളും താഴ്മയുള്ളവരായിരിക്കണം എന്ന് കാണിച്ചു തരുവാണ്. ഞാൻ സ്നേഹമുള്ളവനായിരുന്നു, നിങ്ങളും സ്നേഹമുള്ളവരായിരിക്കണം എന്ന് ക്രൂശീകരണത്തിലൂടെ കർത്താവ് കാണിച്ചു തരിക ഇല്ലേ. ഓരോ കാര്യങ്ങളും കർത്താവ് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതുപോലെ ഇവിടെ എന്താണ്, നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കണമെന്ന് കർത്താവ് നേരിട്ട് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, പെട്ടെന്ന് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാൻ ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെന്ന് വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ഫ്രണ്ടിൽ ഇരിക്കുന്നു. ഇപ്പോൾ ആ സ്റ്റുഡൻസ് എന്നേക്കാളും മൂത്ത സ്റ്റുഡൻസൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ 40 വയസ്സുള്ളവർ 50 വയസ്സുള്ളവരൊക്കെ ഉണ്ടാവാം സ്റ്റുഡൻസിലും. പ്രൊമോഷന് വേണ്ടിയിട്ട് വരുന്ന MBA ഉണ്ടാവാം. അപ്പോൾ ഒരിക്കലും ഞാൻ അവരെ പോയിട്ട് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം സാറിന് ഞാൻ പഠിപ്പിച്ച മനസ്സിലായോ എന്നൊരിക്കലും ഒരു സ്റ്റുഡൻറ്റിനോട് ഞാൻ പോയി ചോദിക്കത്തില്ല. കാരണം എൻ്റെ രീതിയിൽ ഞാനൊരു ടീച്ചറാണ്. എൻ്റെ ഒരു പ്രൊഫൈലിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു പൊസിഷനിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ചിന്തിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ലോക മനുഷ്യർക്കെല്ലാം അങ്ങനെയാണെന്ന്, കാരണം നമ്മുടെ ആ ഒരു പ്രൊഫൈൽ കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്ക്. പക്ഷെ ഇവിടെ നോക്കിക്കേ, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് വലിയ താഴ്മയാണത്. നമുക്കും ആ യേശുവിനെ പോലെ താഴ്മ ധരിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ഈ ദിവസങ്ങളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
അപ്പോൾ താഴ്മയ്ക്ക് നമുക്ക് കിട്ടുന്ന പ്രതിഫലവും വളരെ വലുതാണ് കേട്ടോ. സദൃശവാക്യത്തിൽ 22-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, ധനവും മാനവും ജീവനും ദൈവം നമുക്ക് തരും കേട്ടോ. ധനവും മാനവും ജീവനും. അപ്പോൾ നമ്മൾ തന്നെത്താനെ താഴ്ത്തി കഴിഞ്ഞാൽ ദൈവം നമുക്ക് ധനവും മാനവും ജീവനും ഒക്കെ തരാവുന്നു. അപ്പോൾ നമ്മൾ പണ്ട് കേട്ടിട്ടില്ല, നമ്മുടെ അപ്പച്ചമാരൊക്കെ പറയുന്ന താണ നിലത്തെ നീരോടും അവിടെ ദൈവം തുണ ചെയ്യും. അതൊരു പഴഞ്ചൊല്ലാണ്. അപ്പം പഴഞ്ചൊല്ല് സാധാരണഗതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോക മനുഷ്യർ പോലും പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, താഴ്മയോടെ ജീവിക്കണമെന്ന്. ഓക്കെ, താഴ്മയോടെ ജീവിക്കണമെന്ന് ലോക മനുഷ്യർ പോലും നമ്മളോട് പറയുക. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ സാറിൻ്റെ മെസ്സേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, മനുഷ്യ നല്ലതെന്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു, താഴ്മയോടെ നടക്കാനും ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും അല്ലാതെ വേറെ എന്താകുന്നു ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അപ്പം ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരനായിരിക്കുക, താഴ്മയോടെ നടക്കുക, ഇതല്ലാതെ വേറെ എന്താ ഞാൻ ചോദിക്കുന്നതെന്ന് മീഖ പ്രവചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏത് മതങ്ങൾ എടുത്ത് പഠിച്ചാലും നമ്മളിനി ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചാലും എല്ലാവരും പറയുന്നത് എന്താണ്, നമ്മുടെ അഹങ്കാര സ്വഭാവങ്ങളൊക്കെ വെടിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, താഴ്മയുള്ളവരായി ജീവിക്കണമെന്നാണ്. കാരണം എന്താ, നമ്മുടെ വചനവും പറയുന്നു ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. നിഗളികളെ ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പോൾ ഗർവവും നിഗളമുള്ള സ്വഭാവത്തോട് ദൈവത്തിന് ഭയങ്കര വെറുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ ചെയ്യുക, നമ്മളും ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് താഴ്മയോടെ, ആ കർത്താവ് കാണിച്ച ആ താഴ്മയോടെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. ദൈവവചനം പറയുന്ന പോലെ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. നമുക്ക് ദൈവത്തോട് എതിർത്ത് നിൽക്കണമെന്ന് താല്പര്യമുണ്ടോ? ദൈവം ശത്രുക്കളോടല്ലേ എല്ലാവരും എതിർത്ത് നിൽക്കുന്നത്. അപ്പം നിഗളികളാണെങ്കിൽ നമ്മളെന്താണ്, ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. അപ്പം ദൈവത്തിൻ്റെ ശത്രുക്കളാവാൻ നമുക്കൊരിക്കലും ആഗ്രഹമില്ല. ദൈവം നമ്മളോട് എതിർത്ത് നിൽക്കണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഒരിക്കലും പിശാചിനെ പോലെ പാതാളത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കർത്താവിനെ പോലെ താഴ്മയുള്ളവരായി തീരണം. ഓക്കെ, അപ്പം നമ്മുടെ വചനം നമ്മൾ വായിച്ചതുപോലെ, നമുക്ക് മനസ്സിലാക്കിയതുപോലെ കർത്താവ് കാണിച്ചു തന്ന മാതൃക, അബ്രഹാം കാണിച്ചു തന്ന താഴ്മ, ചുങ്കക്കാരൻ അവൻ പാപിയായിരുന്നു എന്നിട്ട് പോലും അവൻ ദൈവസന്നിധിയിൽ താഴ്ത്തിയത്, അതെല്ലാം, അതായത് ശതാധിപൻ്റെ താഴ്മ, അങ്ങനെ ഒരുപാട് വ്യക്തികളുടെ താഴ്മയെക്കുറിച്ച് നമുക്ക് വചനം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അതിലൊക്കെ ഉപരിയായി കർത്താവ് യേശു ക്രിസ്തുവിനെ, വേറെ ആരെ നമ്മൾ നോക്കിയില്ലെങ്കിലും എന്ത് ചെയ്യുക, യേശുവിനെ മാത്രം നോക്കുക. കർത്താവ് എങ്ങനെയായിരുന്നു അതുപോലെ ആയിത്തീരുവാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കും കർത്താവിനെ പോലെ ഈ താഴ്മ ധരിച്ച് യേശു ക്രിസ്തുവിനോടുള്ള ആ മാതൃകയിൽ ജീവിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനം ശ്രവിച്ച എല്ലാവർക്കും ദൈവം താഴ്മയോടെ ജീവിക്കാനുള്ള കൃപ നൽകട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ ഈ എളിയ മെസ്സേജിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മളെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ.